മുക്കം ഉമർ ഫൈസിയെ സമസ്ത മുഷാവറയിൽ നിന്ന് പുറത്താക്കണമെന്ന ഒരു വിഭാഗം സമസ്ത നേതാക്കൾ. വഖഫ് ബോർഡ് പുനഃസംഘടനാ വിഷയത്തിൽ കളവും തെറ്റിദ്ധാരണകളും പ്രചരിപ്പിക്കുകയാണ് ഉമർ ഫൈസിയെന്നും അബ്ദുൽ സമദ് പൂക്കോട്ടൂര്, അതോടൊപ്പം തന്നെ MC മായിൻ ഹാജി, അതോടൊപ്പം തന്നെ ഷാഫി ഹാജി, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഈ സംയുക്ത പ്രസ്താവനയിൽ ഒപ്പുവെച്ചിരിക്കുന്നു. തരക്കടില്ല. ഇതാണോ സമസ്ത നേതാക്കള്? ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് എന്തെങ്കിലും ഒരു എളുപ്പ് വേണ്ടേ? ഇതാണോ സമസ്ത നേതാക്കള്? ഇത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വാലാട്ടികളാണ് എന്ന് ആർക്കാണ് അറിയാത്തത്? ഇവരാണോ സമസ്തന്റെ നേതാക്കൾ? ഈ രാഷ്ട്രീയക്കാർ പല ഇടപാടുകളിലും പ്രശ്നങ്ങളിലും ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന, പല ബിസിനസ്സുകളും പൊട്ടി പാളീസായി നിൽക്കുന്ന ആളുകൾ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. എന്നിട്ട് ഇവരെയാണോ സമസ്തയുടെ തലയിൽ കെട്ടിവെക്കുന്നത്? ഇനി എന്താണ് ഇവരുടെ ആവശ്യം? അതൊന്ന് കേൾക്കണമല്ലോ. ഇവരുടെ ആവശ്യം ഉമർ ഫൈസിയെ പുറത്താക്കണം എന്നുള്ളതാണ്. ഉമർ ഫൈസിയെ പുറത്താക്കണം എന്നുള്ള ആവശ്യം പറഞ്ഞ് ഇവർ പ്രമേയം പാസ്സാക്കി, കുറേ പ്രമേയങ്ങൾ പാസ്സാക്കി, കുറേ കത്തുകൾ കൊടുത്ത്, കുറേ നേതാക്കന്മാരെ കണ്ട്. ഇത് 101ാമത്തെ പ്രമേയമാണ്. ഇനി പാസ്സാക്കുകയാണെങ്കിൽ പാസ്സാക്കാൻ പോണത്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. സമസ്തയുടെ നിലപാടുകളെ, തീരുമാനങ്ങളെ പരസ്യമായിട്ട് ധിക്കരിച്ച് നടക്കുന്ന ആളുകൾ നിങ്ങളെ മൂക്കിൻ്റെ ചോട്ടിലില്ലേ, അവരെ പിടിച്ച് പുറത്തെറിയാൻ വേണ്ടിയിട്ട് നിങ്ങളൊരു പ്രമേയെങ്കിലും പാസ്സാക്കണം, ഒരു പ്രമേയെങ്കിലും പാസ്സാക്കണം, ഒരാവശ്യം നിങ്ങൾ ഉന്നയിച്ചണോ. അവരെ മുഷാവറയിലേക്ക് കൊണ്ടുവരാനല്ലേ നിങ്ങൾ പ്രമേയവുമായിട്ട് നടക്കുന്നത്, കത്തുമായിട്ട് നടക്കുന്നത്? എന്ത് തൊലിക്കെട്ടിയാണ് നിങ്ങൾക്ക്? കണ്ടാമുഖം പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള തൊലിക്കട്ടിയാണല്ലോ. പിന്നെന്താണ് ഉമർ ഫൈസി ചെയ്ത തെറ്റ്? അതുകൂടി അവർ പറയട്ടെ. സമസ്തയെ ഈ പൊതുസമൂഹത്തിൽ വലിയ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിലാണ് മുഷാവറ അംഗമായ ഉമർ ഫൈസി മുക്കം പ്രതികരിച്ചത്. അദ്ദേഹത്തെ സമസ്തയുടെ മുഷാവറ അംഗത്തിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നു. എന്തായാലും സമസ്തക്ക് അവമതിപ്പുണ്ടാക്കിയത്രേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. സമസ്തക്ക് ഏറ്റവും കൂടുതൽ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവമതിപ്പുണ്ടാക്കിയ ആളുകൾ ആരാണ്? സമസ്ത ഒരു കൃത്യമായ നിലപാട് ഒരു വിഷയത്തിൽ സ്വീകരിച്ചിട്ട് ആ നിലപാടിനൊപ്പം നിൽക്കാതെ അതിൻ്റെ മറുചേരിയിൽ നിന്ന് പരസ്യമായി ഇളിച്ചു കാണിച്ച് സമസ്തനെ പല്ലിളിച്ച് പരിഹസിക്കുന്ന ആളുകൾ, ഈ ആളുകളാണ് സമസ്തൻ്റെ ഉമർ ഫൈസിനെ ഉപദേശിക്കാനും സമസ്തനെ ഉപദേശിക്കാനും സമസ്തനെ നേരാക്കാനും വേണ്ടി നടക്കുന്നത്. ഈ കുറച്ച് ഏഴാംകൂലികൾ. ഇവരുടെ അവസ്ഥ എന്താണ്? ഓരോരുത്തരെയും ഇൻഡിവിജ്വലായി പരിശോധിച്ച് നോക്കിയാൽ ജനങ്ങളെ പറ്റിച്ച് ജീവിക്കുന്ന ആളുകൾ. വഖഫ് സ്വത്തുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിട്ട ആൾ ഈ കൂട്ടത്തിലില്ലേ? ഉമർ ഫൈസിനോട് വെറുതെയാണ് ഇവർക്ക് ദേഷ്യമുള്ളത്. ആളുകളുടെ സമ്പത്ത് അടിച്ചു മാറ്റിയതിൻ്റെ പേരിൽ പരാതി വരുന്ന ആളുകളില്ലേ? അവിഹിതമായി ജോലി നേടിയെടുത്തതിൻ്റെ പേരിൽ ആരോപണം ഉന്നയിക്കപ്പെടുന്ന ആളുകൾ ഈ കൂട്ടത്തിലില്ലേ? ഇങ്ങനെ എന്തെല്ലാം ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളാണ്. ഈ വ്യക്തികളെയാണ് നൂലിൽ കെട്ടി ഇറക്കിയിരിക്കുന്നത്. ബിസിനസ് നടത്തി ജനങ്ങളുടെ ലക്ഷക്കണക്കിന് രൂപ തട്ടിയെടുത്ത് അതിൻ്റെ പേരിൽ ഒരുപാട് ജനങ്ങൾ വലഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകൾ. ഇതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഇടപെട്ടുകൊണ്ട് വഷളായി സമൂഹത്തിന് മുമ്പിൽ ഇളമ്പ്യരായി നിൽക്കുന്ന ആളുകൾ. ഇവരൊക്കെ സമസ്തൻ്റെ പേരിൽ കെട്ടിവെക്കരുത് എന്ന് മാധ്യമങ്ങളോട് ഒരിക്കൽ കൂടി പറയാണ്. എന്തർത്ഥത്തിലാണ് നിങ്ങളൊക്കെ ഈ മാധ്യമങ്ങൾ ഇവരെ സമസ്തൻ്റെ തലയിൽ കെട്ടിവെക്കുന്നത്? നോക്കൂ, നിങ്ങൾ ഇത് സമസ്തക്കാരുടെ മാത്രം അഭിപ്രായമല്ല, കേരളത്തിലെ പൊതുജനങ്ങളോട് ചോദിച്ചു നോക്കൂ. ഇവർ ആരുടെ പ്രതിനിധികളാണ് ഈ ആളുകൾ, ഈ പേര് വായിക്കപ്പെട്ട ആളുകൾ എന്ന് നിങ്ങൾ ഇവിടുത്തെ പൊതുജനങ്ങളോട്, മുസ്ലിം പൊതുജനങ്ങളോട് ചോദിക്ക്. അത് നിങ്ങൾക്ക് ജമാഅത്ത് ഇസ്ലാമിക്കാരോട് ചോദിക്കാം, മുജാഹിദുകാരോട് ചോദിക്കാം, നിങ്ങൾക്ക് ഇവിടുത്തെ AP സുന്നികളോട് ചോദിക്കാം, ഇവിടുത്തെ NDFകാരോട് ചോദിക്കുക. ആരും പറഞ്ഞു തരും ഇവർ ലീഗിൻ്റെ ദാസ്യവേല ചെയ്യുന്ന ആളുകളാണ് എന്ന്, ഇവർ രാഷ്ട്രീയ പാർട്ടിയുടെ അടിമകളാണ് എന്ന്. ഈ അടിമകൾ വാല് പൊക്കുന്നത് കണ്ട് അത് ന്യൂസാക്കാൻ കുറച്ചൊന്നും തൊലിക്കട്ടി പോരല്ലോ ഈ മാധ്യമങ്ങൾക്ക്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ സമസ്തയിലേക്ക് കൊണ്ടുവന്ന മഹാനായ പണ്ഡിത വര്യനാണ് ഉമർ ഫൈസി മുക്കം. അദ്ദേഹത്തിന് എന്ത് ചെയ്യണമെന്ന്, അദ്ദേഹത്തിന് ഏത് പൊസിഷനിൽ ഇരുത്തണമെന്ന് സമസ്ത മുഷാവറക്ക് നന്നായിട്ട് അറിയാം. മുഷാവറ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ശിരസ വഹിക്കുന്നവരാണ് മുഷാവറയുടെ അണികൾ. പക്ഷേ ഉമർ ഫൈസി പറഞ്ഞതിൽ തെറ്റുണ്ട്, കളവുണ്ട് എന്ന് കൃത്യമായി രേഖാമൂലം ചൂണ്ടിക്കാണിക്കാൻ ഒരൊറ്റ കുട്ടിക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുവേണ്ടി മുന്നോട്ട് വന്നത് കോൺഗ്രസിൻ്റെ ഒരു MLA ആണ് നൗഷാദ് അലി. അദ്ദേഹം പറഞ്ഞ കളവുകളെ കൃത്യമായിട്ട് വരച്ച് കാണിച്ച് കൃത്യമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ആര്?
സമസ്തയുടെ വക്കീലായ അഡ്വക്കേറ്റ് തൊയ്യബ് ഉദവി. ആ പോസ്റ്റ് ഒന്ന് വായിച്ചു നോക്ക്. അതിനെ ഗണ്ണിക്കാൻ നൗഷാദ് അലി ഈ സമയം വരെ വന്നിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അതിനങ്ങനെ ആരോഗ്യപരമായ ചർച്ചയിലൂടെ ഗണ്ണിക്കട്ടെ. ഇവിടെ ഉമർ ഫൈസി മുക്കം അത് സമസ്തയുടെ പ്രതിനിധിയായിട്ടല്ല LDFൻ്റെ സമ്മേളനത്തിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള സംവിധാനമായ വഖഫ് ബോർഡിൻ്റെ അംഗമാണ്. ആ നിലക്കാണ് അദ്ദേഹം പങ്കെടുത്തിട്ടുള്ളത്. ആ വഖഫ് ബോർഡിൻ്റെ പ്രതിനിധീകരിച്ചു കൊണ്ടുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ വഖഫ് ബോർഡിനെ പ്രതിനിധീകരിച്ചുള്ള അഭിപ്രായങ്ങളാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ അഭിപ്രായത്തിൽ തെറ്റുണ്ട് എന്ന് കേരളത്തിലെ ഏതെങ്കിലും ജനങ്ങൾ വിശ്വസിക്കാൻ കഴിയുമോ? കാരണം അത് പരസ്യമായ രഹസ്യമല്ലേ? കാരണം ഷോൺ ജോർജ് കൊടുത്ത ഹർജിയെ സപ്പോർട്ട് ചെയ്തത് ഗവൺമെൻറ്റിൻ്റെ അഡ്വക്കേറ്റാണ്. അത് മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തൊരു കാര്യമല്ലേ? അതല്ലേ RSSനെ കൂട്ടുപിടിച്ചെന്ന് അദ്ദേഹം പറഞ്ഞത്. ആ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത്? എന്താണ് തെറ്റുള്ളത്? ഈ വഖഫ് ബോർഡിനെ പൊളിക്കാൻ വേണ്ടി RSSനെ കൂട്ടുപിടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? കൃത്യമായി അതിൻ്റെ രേഖകളിൽ ഇന്നും സ്ഥിരപ്പെട്ട് കിടക്കല്ലേ? അതല്ലേ അഡ്വക്കേറ്റ് തൊയ്യബ് ഉദവി കൃത്യമായിട്ട് അതിൻ്റെ ഓരോരോ പാരഗ്രാഫുകളും ഉദ്ധരിച്ചു കൊണ്ടല്ലേ മറുപടി പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് അത് കളവാണ് എന്ന രാഷ്ട്രീയക്കാരുടെ രാഷ്ട്രീയക്കാരുടെ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഓരോരുത്തർ. ഇവർക്കൊന്നും വേറെ പണിയില്ലേ സമസ്തനെ ഉപദേശിക്കാൻ? സമസ്തക്കാർ എന്ത് ചെയ്യണമെന്ന്. അല്ല, ഇനി ഉള്ളത് പറഞ്ഞിട്ട് സർക്കാരിനെ വിമർശിച്ചാൽ മുഷാവറയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു നിയമമുണ്ടോ? മുഷാവറക്ക് ഭരിക്കുന്ന സർക്കാരിനെങ്ങാനും വിമർശിച്ചാൽ മുഷാവറയിൽ നിന്ന് പുറത്താക്കണം എന്നൊരു നിയമമുണ്ടോ? എന്തെറ്റി നോക്കുന്നു? അന്തല്ലേ കാര്യങ്ങൾ പറയണ്ടേ? ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന വഖഫ് ബോർഡിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അദ്ദേഹം പറയണ്ടേ? അദ്ദേഹത്തിൻ്റെ വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയണ്ടേ? വഖഫ് സംരക്ഷിക്കാനാണ്, അത് ദുർവിനിയോഗം ചെയ്യാനല്ല വഖഫ് ബോർഡ്. അതുകൊണ്ട് വഖഫ് ബോർഡിൽ ആരുണ്ട്? ഈ പറയപ്പെട്ട 2 രാഷ്ട്രീയ പാർട്ടിയിലുള്ള 2 മുന്നണിയിലുള്ള ആളുകളുണ്ട്. അവരൊറ്റക്കെട്ടാണ്. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വഖഫ് ബോർഡിൽ ഈ അഭിപ്രായമുള്ള UDFകാരുണ്ട്, LDFകാരുണ്ട്. വഖഫ് ബോർഡിൽ അവരുടെ വികാരം എന്താണ്? അവർക്ക് വഖഫ് സംരക്ഷിക്കുക എന്നുള്ളതാണ് അവരുടെ വികാരം. മുനമ്പം വഖഫ് വിഷയത്തിൽ അവരൊറ്റക്കെട്ടാണ്. അത് സർക്കാരിനെതിരല്ലേ? മുഖ്യമന്ത്രിക്കെതിരല്ലേ? മുഖ്യമന്ത്രി അതിനെതിരല്ലേ? അത് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ മുഷാവറയിൽ നിന്ന് പുറത്താക്കണോ? നല്ല കൂത്തായി. അപ്പോൾ ഈ ജാതി ഓരോരുത്തരെങ്ങനെ കെട്ടുകെട്ടി ഇറക്കാൻ ഇപ്പോൾ ഇതിൻ്റെ പിന്നിൽ ആരാന്നിപ്പോൾ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഈ സമസ്തയിലെ പുഴുക്കുത്തുകളെ ഇറക്കി പുഴുക്കുത്തുണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകൾ ഇതിൻ്റെ പിന്നിൽ ഇവരെ നൂലുമ കെട്ടി ഇറക്കുന്ന ടീം ആരാന്ന് നമുക്കറിയാം. സ്വന്തമായിട്ട് ഒരഭിപ്രായം പറയാൻ ശേഷിയില്ലാത്ത ആളുകൾ, സ്വന്തമായിട്ട് മാധ്യമങ്ങൾ കാണുമ്പോൾ ഒളിച്ചോടുന്ന ആളുകൾ. ഈ കാര്യത്തിൽ അവരഭിപ്രായം പറയട്ടെ, രാഷ്ട്രീയക്കാരുടെ അഭിപ്രായം പറയട്ടെ. അതിന് ത്രാണിയില്ലാത്തപ്പോൾ സമസ്തയിൽ നിന്ന് തന്നെ ഡിവൈഡ് ആൻഡ് റൂൾ എന്ന ബ്രിട്ടീഷുകാരുടെ നയം, അതാണല്ലോ ചാണക്യതന്ത്രം. അത് പയറ്റിക്കൊണ്ടിരിക്കുന്ന ആളുകളെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ ഡിവൈഡ് ഉണ്ടാക്കാനൊന്നും സാധിക്കില്ല. സമസ്തൻ്റെ മക്കൾ ഒറ്റക്കെട്ടാണ്. സാധാരണക്കാരായ ആളുകളുടെ അഭിപ്രായം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. അല്ല, നമുക്കിതൊക്കെ കാണുമ്പോൾ എന്താ മനസ്സിലാവണതെന്നറിയോ? ഇപ്പോൾ പാണക്കാട്ടിൽ നിന്നുള്ള തങ്ങന്മാരും ഈ നസർ ഫൈസി കൂടത്തായി മദ്ദസമ്മദ് പൂക്കോട്ടൂരും ഈ മറ്റേ കൂടെ നിൽക്കുന്ന ഇത്തിക്കണ്ണികളായ ആളുകളൊക്കെ പറയുന്നത് പ്രമേയം പാസ്സാക്കണമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് ഇപ്പോഴുള്ള സെക്രട്ടറി സ്ഥാനത്തേക്ക് ഏറ്റവും യോഗ്യരായ ഒരാൾ, അതായത് ഹക്കായി ദീന് പറയാനും ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു അടിമപ്പണി എടുക്കാതെ ഹക്കായിട്ടും സത്യസന്ധമായിട്ടും ഈ കാലഘട്ടത്തിൽ അടിയുറച്ച് സുന്നത്ത് ജമാഅത്ത് പറയാനും ഉമർ ഫൈസിയുടെ മായത്ത ഒരാളില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ആ താൽക്കാലിക നിഗമനം ഇത് മാറ്റുകയുണ്ട്, MT ഉസ്താദിനെ മാറ്റുകയുണ്ട്, ഉമർ ഫൈസി ഉസ്താദിനെ ആക്കുകയാണെങ്കിൽ ജിഫ്രി തങ്ങളും ഉമർ ഫൈസി ഉസ്താദും മോനെ പിന്നെ ഒരാൾക്കും ദീനുമായിട്ട് അല്ലെങ്കിൽ ദീന് വിറ്റ് ജീവിക്കാനോ സാധിക്കൂല. ലീഗിനേക്കാരം ഏറ്റവും വലിയ അടി ഉണ്ടാവുക
കാര്യമായിട്ട് ദീന് വിറ്റാണ്ട് ജീവിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ BJP-ൻ്റെ ഒക്കെ മാതിരി ഇപ്പം മുസ്ലിം ലീഗും. അപ്പോൾ അതവിടെ നിൽക്കും. ഇവരെ ഹക്കായിട്ട് വിളിച്ചു പറയും. പിന്നെ ഈ വഹാബിസത്തിൻ്റെ കടന്നുകയറ്റം നിൽക്കും. പിന്നെ ഈ ചങ്കരജാതി നിൽക്കും. ഏത് ജമാഅത്തെ ഇസ്ലാമിയും വഹാബിയും എല്ലാം കൂടിയുള്ള ചങ്കരജാതി നിൽക്കും. അതൊക്കെ അവിടെ നിന്നിട്ട് സമസ്തൻ്റെ വഴിക്ക് അങ്ങനെ പോകും. രാഷ്ട്രീയം അവർ പറഞ്ഞോട്ടെ, ദീന് ഞങ്ങൾ പറയാമെന്ന് പറഞ്ഞാണ്. ഏറ്റവും യോഗ്യരായ ആളാ ഉള്ളത് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് മുഷാവറിനെ. ഓരോരുത്തർക്കും ഓരോ വ്യക്തിപരമായ അഭിപ്രായം ഉണ്ടാവുമല്ലോ. ആക്കണം എന്നല്ല, എൻ്റെ ഒരു അഭിപ്രായം ഉമർ ഫൈസി ഉസ്താദിനെ ആക്കണം എന്നുള്ളതാണ്. അതിന് ഏറ്റവും കൂടുതൽ യോഗ്യരായ ആള് ഉമർ ഫൈസി ഉസ്താദ് തന്നെയാണ്. ഞാൻ ഇന്നലെ ഇപ്പോൾ നാസർ ഫൈസി കൊടുത്തതിൻ്റെ ഒരു പ്രസംഗം കേട്ട് എന്താണ് അതിലൊക്കെ ഉമർ ഫൈസി ഉസ്താദിനെ പറ്റി പറയണത്. ജാമ്യം ഏറ്റവും കൂടുതൽ മാർക്ക് നേടിയാണ്ട് ഫസ്റ്റ് റാങ്കോട് കൂടി പാസ്സായ ആളാണ് ഉമർ ഫൈസി ഉസ്താദ്. പിന്നെ SPV തുടങ്ങി വെച്ച ആ കാലം മുതൽ ഉള്ള ആളാണ് ഉമർ ഫൈസി ഉസ്താദ്. ഓരോന്നും ഇങ്ങനെ എടുത്തു നോക്കിക്കുകയാണെങ്കിലും ഉമർ ഫൈസി ഉസ്താദിൻ്റെ ആ ജീവിത ചരിത്രം ഇങ്ങനെ എടുത്തു നോക്കിക്കുകയാണെങ്കിൽ പ്രതിരോധിക്കേണ്ട നേരത്തെ പ്രതിരോധിച്ചിട്ടും സമസ്തക്കെതിരെ വരുന്ന ഏത് അമ്പായാലും അതിപ്പം ഇപ്പോൾ നമ്മളെ ശത്രുവായി നിൽക്കുന്ന APക്കാരായ ആളുകൾ അന്ന് സമസ്തക്കെതിരെ വന്നപ്പോഴും ശക്തമായിട്ട് മുന്നിൽ നിന്നിട്ട് ശക്തമായി നിലപാട് പറഞ്ഞ ആളായിരുന്നു ഉമർ ഫൈസി ഉസ്താദ്. മൂപ്പര് ഈ വഖഫ് ബോർഡിലൊരു സ്ഥാനത്തിനും വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഇനിയിപ്പോൾ പോയി എന്ന് വിചാരിച്ചാണ്ടോ മൂപ്പർക്കൊന്നും സംഭവിക്കാനില്ല എന്ന് ഏതൊരു ചെറിയ കുട്ടിക്കും മനസ്സിലാവുന്ന കാര്യമാണ്. നേരെ മറിച്ച് മൂപ്പരെ സമസ്തയുടെ സെക്രട്ടറി സ്ഥാനം ഏൽപ്പിച്ചിരിക്കുകയാണെങ്കിൽ 100% സമസ്ത 100 വർഷം കൂടി ഒരു പ്രശ്നമില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. നിങ്ങൾക്കൊക്കെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെയാണ്. ജിഫ്രി തങ്ങൾ പ്രസിഡന്റും ഉമർ ഫൈസി ഉസ്താദ് സെക്രട്ടറി ആയിട്ട് അടിപൊളിയായിട്ട് മുന്നോട്ട് പോട്ടെ. നമ്മളെല്ലാം തീരുമാനിക്കൽ സമസ്ത മുഷാവറയാണ്. ഒരു തീരുമാനിക്കൽ ആരായാലും നമുക്ക് ഇതാണ്. പക്ഷെ ഞാൻ പറയാം, ഇങ്ങനത്തെ ആളുകൾ ചില ഇത്തിക്കണ്ണികൾ ഉമർ ഫൈസി ഉസ്താദിനെ പുറത്താക്കണം എന്ന് പറയുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ദീന് വിറ്റ് ജീവിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കും ഹക്കായിട്ട് പറഞ്ഞു കൊടുക്കാനും കാലഘട്ടത്തിൻ്റെ ഉമറായിട്ട് ഉമർ ഫൈസി ഉസ്താദിനെ കാണാനും സമസ്തയുടെ സെക്രട്ടറി ആണെങ്കിൽ ശക്തമായി നിലപാട് പറയാനും പറ്റിയ ഒരാളാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാടും നിലപാടും. നിങ്ങൾക്ക് ഇതിനോട് യോജിക്കാം. എൻ്റെ ഒരു കാഴ്ചപ്പാടും വിലയിരുത്തലും അങ്ങനെയാണ്.